നൻപകൽ നേരത്ത് മയക്കത്തിന് ശേഷം വരുന്ന ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി പടം. ലിജോയ്ക്കൊപ്പം ആദ്യമായി മോഹൻലാൽ കൈകോർക്കുന്ന ചിത്രം. അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ മുതൽ പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷ ഉണർത്തിയ ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിലൊരാളായ മോഹൻലാലിനെ മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്രൗഡ് പുള്ളറെ എങ്ങനെയാവും ലിജോ തൻ്റെ സിനിമയിൽ ഉപയോഗപ്പെടുത്തുക എന്നറിയാനുള്ള കൗതുകം തന്നെയായിരുന്നു മലൈക്കോട്ടെ വാലിബന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ ആവേശം പകർന്നത്. ഏറെ നാളുകൾക്ക് ശേഷം അതിരാവിലെയുള്ള ഷോകൾ സജീവമായതും മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബന് വേണ്ടിയാണ്. രാവിലെ 6:30 മണിയോടെ തുടങ്ങിയ ഷോകൾ എല്ലാം മോഹൻലാൽ മാജിക്കിന് സാക്ഷിയാവാനായി നിറഞ്ഞു കവിഞ്ഞിരുന്നു. വലിയ ആഘോഷങ്ങളോ ആരവങ്ങളോ ഇല്ലാതെ പതിഞ്ഞ താളത്തിലാണ് മലൈക്കോട്ടെ വാലിബൻ ആരംഭിച്ചത്. സദാ മണൽ കാറ്റടിക്കുന്ന പച്ചപ്പ് എന്ന അപൂർവ കാഴ്ചയാകുന്ന ഗ്രാമങ്ങൾ, അവിടേക്ക് ജയഭേരി മുഴക്കിക്കൊണ്ട് എത്തുന്ന മലൈക്കോട്ടെ വാലിബൻ. താണ്ടിയ ദേശങ്ങളിലെല്ലാം വിജയത്തിൻ്റെ വെന്നിക്കുടി സ്ഥാപിച്ചാണ് വാലിബൻ്റെ വരവ്. എതിരാളികളെയെല്ലാം നിമിഷനേരം കൊണ്ട് നിലംപരിശാക്കി വാലിബൻ്റെ ജൈത്രയാത്ര. കുടുംബമോ കാത്തിരിക്കാൻ പ്രണയമോ ഇല്ല. വാലിബൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ എവിടെയും വേരുകളില്ലാത്തവൻ. യാത്രകളിൽ കൂട്ടായി നിഴല് പോലെ ആശാനും മകനും മാത്രം. ദേശങ്ങൾ താണ്ടിയുള്ള വാലിബൻ്റെ ആ യാത്രയിലേക്കാണ് ലിജോ പ്രേക്ഷകരെ കൂട്ടുന്നത്. ഇടിവളയും കഴുത്തിൽ വലിയ മാലയും താടിയും കെട്ടിവെച്ച മുടിയുമൊക്കെയായി കരുത്തിൻ്റെ ആൾരൂപമായി വാലിബനെത്തുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ശക്തിയിലോ ഇടിപ്പെരുമയിലോ പ്രേക്ഷകനെ സംശയമേതും തോന്നിയില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ മോഹൻലാലിൻ്റെ വാലിബൻ അവതാരത്തെ കൺവിൻസിംഗ് ആയി പ്രസൻറ്റ് ചെയ്യുകയാണ് ലിജോ. രൂപത്തിൽ മാത്രമല്ല ആക്ഷൻ രംഗങ്ങളിലും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനമാണ് മോഹൻലാൽ കാഴ്ചവെക്കുന്നത്. സംഘടനാ സ്ഥിതികളിലെല്ലാം അനിഷേധ്യമായ രീതിയിൽ മികവ് പുലർത്തുന്നു. എന്നാൽ പുറം കാഴ്ചയ്ക്കപ്പുറം വാലിബൻ്റെ മനസ്സ് പ്രേക്ഷകന് പിടികിട്ടണമെങ്കിൽ കുറച്ചേറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. രണ്ടാം പകുതിയോടെ മാത്രമാണ് വാലിബൻ എന്ന കഥാപാത്രം പ്രേക്ഷകരുമായി അല്പമെങ്കിലും ഇമോഷണലി കണക്ട് ആവുന്നത്. അതുവരെ നാടോടി കഥയിലെ അതിശക്തനായൊരു മലനെ പോലെ അയാൾ ജയങ്ങളിൽ നിന്നും ജയങ്ങളിലേക്ക് സഞ്ചരിക്കുക മാത്രം ചെയ്യുന്നു. വാലിബൻ മാത്രമല്ല, കഥയിൽ വന്നു പോകുന്ന പല കഥാപാത്രങ്ങളും സമാനമായ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. ഇടനേരങ്ങളിൽ വന്നു പോകുന്നു എന്നതിനപ്പുറം കഥാപാത്രങ്ങൾ പ്രേക്ഷകരുമായി കണക്ട് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആദ്യ പകുതിയെ വിരസമാക്കുന്നത് ഈ കണക്ഷനില്ലായ്മയാണ്. ഹരീഷ് പേരടി, ഡാനിഷ് സേട്ടെ, മനോജ് മോസസ് എന്നിവരാണ് ചിത്രത്തിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റ് അഭിനേതാക്കൾ. ഒരു നാടോടി കഥ പറയുന്നത് പോലെയാണ് ചിത്രത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ആ കഥകളിൽ നിന്നിറങ്ങി വന്നതുപോലുള്ള ദേശങ്ങൾ, മാൻകൊമ്പൊടിഞ്ഞൂര്, നൂറാന് തലയൂര്, മങ്ങാട്ടൂര്, അമ്പത്തൂർ, മലൈക്കോട്ടെ, കാവ്യാത്മകമായ പേരുകളുള്ള ആ ദേശങ്ങളെ മികവാർന്ന ദൃശ്യങ്ങളായി പ്രേക്ഷകരുടെ മനസ്സിൽ കൊത്തിവെക്കുന്നതിൽ ഛായാഗ്രാഹകൻ മധു നീലകണ്ഠനും കയ്യടി നേടുന്നു. മലയാള സിനിമയിൽ അധികം ഇതുവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളാണ് മലൈക്കോട്ടെ വാലിബനിൽ എങ്ങും. വലിയ ക്യാൻവാസുകൾ, ആൾക്കൂട്ടം നിറയുന്ന ഫ്രെയിമുകൾ എല്ലാം എണ്ണച്ചായ ചിത്രങ്ങൾ പോലെ അഴകിൽ സ്ക്രീനിൽ തെളിയുകയാണ്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് ഈ വിഷ്വൽസ് ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. കാഴ്ചയുടെ ഉത്സവമാണ് മലൈക്കോട്ടെ വാലിബൻ സമ്മാനിക്കുന്നത്. പലയിടത്തും പതിഞ്ഞ താളത്തിൽ നീങ്ങുന്ന ചിത്രം എൻഗേജിംഗ് അല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചക്കാരെ പിടിച്ചിരുന്നത് കാഴ്ചയുടെ ഈ പകിട്ട് കൂടിയാണ്. പറയാതെ വയ്യ. കാഴ്ചക്കാർക്ക് കാണാക്കാഴ്ചകൾ സമ്മാനിക്കാനും പരീക്ഷണങ്ങൾക്കും യാതൊരു മടിയും കാണിക്കാത്ത ലിജോയുടെ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വേറിട്ടൊരു ശ്രമമാണ് മലൈക്കോട്ടെ വാലിബൻ. ലിജോയുടെ മുൻ ചിത്രങ്ങൾ വച്ച് നോക്കുമ്പോൾ ഇവിടെ നായകൻ കരുത്തനാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി പടം എന്ന ടാഗിൽ നിന്നും എന്തും പ്രതീക്ഷിക്കാം എന്ന രീതിയിലേക്ക് ലിജോ തൻ്റെ പ്രേക്ഷകരെ ഇക്കാലം കൊണ്ട് പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നതിനാൽ ഒരു LGP പടം പ്രതീക്ഷിച്ചു വന്നവരെ ചിത്രം നിരാശപ്പെടുത്തില്ല. എന്നാൽ എല്ലാവരുടെയും കപ്പിലെ ചായയല്ല മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാലിൻ്റെ മാസ് പടം പ്രതീക്ഷിച്ചെത്തുന്ന പ്രേക്ഷകരെ ചിത്രം നിരാശപ്പെടുത്തും. അത്തരം ചിത്രങ്ങളുടെ ചടുലതയോ എൻഗേജിംഗ് സ്വഭാവമോ മലൈക്കോട്ടെ വാലിബനിൽ കണ്ടെത്താനാവില്ല. തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒന്നും തന്നെയും വാലിബനിൽ കാണാൻ പറ്റുന്നില്ല. PS റഫീഖും ലിജോയും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഗാനങ്ങളും ഒറിജിനൽ സ്കോറും ഒരുക്കിയത് പ്രശാന്ത് പിള്ളയാണ്. ദീപു ജോസഫാണ് എഡിറ്റിംഗ്. മലൈക്കോട്ടെ വാലിബൻ നിങ്ങൾ കണ്ടുവോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.